നെൽവയൽ രാമേട്ടൻ്റെ തിണ്ണയാണ്. കണ്ടോ, സിമൻറ്റ് പോലും തോറ്റുപോകും. ചാണകം ഡിസൈനിങ്ങിൽ തേച്ച്, ചാണകമല്ല കരി, ഈ വയൽ നെല്ലിൻ്റെ കരിഞ്ഞ് ഉണങ്ങിയ വൈക്കോല് കരിച്ചെടുത്ത് ചെയ്തിരിക്കുന്നു. എല്ലാം നാടൻ. രാമേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. നമസ്കാരം. എന്നെ അറിയോ? എങ്ങനെ അറിയാം? ബിഗ് ബോസ് കണ്ടിരുന്നോ? അയ്യോ, ഞാൻ സെലിബ്രിറ്റി ഒന്നുമില്ല, ഞാനൊരു സാധാ കോമൺ മാനാണ്, ഒരു കോമണറാണ്. അപ്പോൾ എന്താ, ഭയങ്കര കളർഫുൾ ജുബയാണല്ലോ ചേട്ടാ. ഇത് ക്യാമറ അടിച്ചു പോകുമല്ലോ. പക്ഷേ ചേട്ടൻ്റെ മരുമോള് കണ്ടു, അവരാ നേരത്തെ ഞെട്ടിയത്. എന്താ, എവിടെ പരിപാടി, എന്താ ചെയ്യുന്നത്? പറഞ്ഞോ ചേട്ടാ. ബിഗ് ബോസ് എങ്ങനെ വേണോ കളിക്കാം. അതിന് കളിച്ച പൈസ കിട്ടും, കളിക്കുന്നവർ സെലക്ഷൻ കിട്ടും. യഥാർത്ഥത്തിൽ IAS കിട്ടാൻ പോലും ഒരു വർഷം 120-150 പേർക്ക് സെലക്ഷനുണ്ട്. അതിനേക്കാൾ പാടാണ് ബിഗ് ബോസിൽ 20-22 പേരിൽ ഒരാളായിട്ട് വരാനായിട്ട്. മനസ്സിലായി? അത്രയ്ക്ക് ഗുണമാണ് കിട്ടിക്കഴിഞ്ഞാൽ. ആകെ ഇന്ത്യയിൽ നിന്ന് മലയാളത്തിൽ, അല്ലെങ്കിൽ ലോക മലയാളികളായ 4-4.5 കോടിയിൽ നിന്ന് ആകെ 24 പേരെ മാത്രമാണ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ IAS, IPS, IFS കിട്ടാൻ പോലും 150-200 പേർക്ക് ചാൻസ് ഉണ്ട് അല്ലേ? പിന്നെ പൂജ അറിയാം. ശരി. പൂജ നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂജ ഇടയ്ക്ക് പോവേണ്ടിയിരുന്നു, പൂജയ്ക്ക് അസുഖം വന്നിട്ട്. അപ്പോൾ ബിഗ് ബോസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വേറെ ഈ പറഞ്ഞ കണക്ക് പരീക്ഷകളൊക്കെ എഴുതി പാസ്സാവും. ഇത് അങ്ങനെയൊന്നും പാസ്സാകാൻ പറ്റത്തില്ല. പിന്നെ അതിൽ ക്ലിക്കായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ ഒരു ദൈവാനുഗ്രഹം പ്രത്യേകമാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമല്ലേ അതോ ദേഷ്യമാണോ? അല്ല, സ്നേഹമല്ലേ. അപ്പം നിങ്ങൾ എന്നെ കൂടുതൽ അറിഞ്ഞത് ഷോയിലൂടെ അല്ലേ? അല്ലേ, ഷോ വന്ന കാരണം. അതിന് ഏതാ ക്യാമറ താങ്ക് യു. അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്, അത്രേ ഉള്ളൂ. ക്യാമറ കണ്ടേ അതുപോലെ നമ്മളതിനകത്ത് പട്ടിണിയൊക്കെ കിടന്നൊരു കോലം കെട്ടാണ് ഇരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഷോയിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളാണ് ചാനലുകളൊക്കെ പരത്തിയിരുന്നത്. പക്ഷേ ഷോയിൽ നേരിട്ട് കണ്ട് ഈ 70 ദിവസം കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആരാണെന്ന് ലോകത്തിന് മൊത്തം മനസ്സിലായി ഇല്ലേ? അപ്പോൾ ഞാൻ പാവത്തനാണ്, ആരും ദ്രോഹിക്കില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല. പിന്നെ ഈ നെല്ലിക്ക പോലെയാണ്, ആദ്യം കഴിക്കും പിന്നെ മതിക്കും. നമ്മൾ ചില കാര്യങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയണം അല്ലേ? അത് പുതിയ ആൾക്കാർക്ക് പലർക്കും ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വരും, പഴയ ആൾക്കാർക്കും പിടിച്ചില്ല എന്ന് വരും. അതെ, പക്ഷേ ആ നോകളെല്ലാം ഇന്ന് ശരിയാണെന്ന് ലോകം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പം ഒരു സ്നേഹം കിട്ടുന്നത്. ദൈവാനുഗ്രഹം. താങ്ക് യു. നിങ്ങൾ രാമേട്ടൻ കാണാൻ വന്നായിരിക്കും അല്ലേ? കൂടെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ കയറി. എൻ്റെ ചാനലാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ രജിത്ത് ചാനൽ എന്ന് പറയുന്ന ചാനലാണ് എൻ്റെ ചാനൽ. RAJITH രജിത്ത് ചാനൽ. കുറേ ഫേക്കുകളുണ്ട്, എൻ്റെത് രജിത്ത് ചാനൽ. അതിൽ ഏകദേശം 350 എൻ്റെ തന്നെ വീഡിയോസ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓപ്പണാക്കി നോക്കുക, നിങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ലൈവ് എടുത്തുകൊണ്ടിരിക്കുക, രാമേട്ടനുമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ഇതുണ്ടാവും. അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ. പരിചയപ്പെടുത്തിയില്ല, ആരാണ്, എന്താണ് പറയൂ. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്. തൃശ്ശൂർ. എന്ത് ചെയ്യുന്നു? ഓക്കെ. ഗുരുവായൂരപ്പൻ്റെ അടുത്താണ്. എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്. ഓക്കെ. ചേട്ടനെ കാണാൻ വേണ്ടി വന്നാണ്. ചേട്ടൻ കളർഫുൾ ഗ്ലാമർ ചേട്ടൻ. ഞാൻ കൃഷ്ണകുമാർ, വീട് ഗുരുവായൂരാണ്, ജോലി എറണാകുളം ജില്ലയിലെ മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിലെ. SNM ട്രെയിനിങ് കോളേജ്. ഞാൻ കാലടി ശങ്കര കോളേജിലെ സാറായിരുന്നു. SNM കോളേജിൽ പലവട്ടം പ്രാക്ടിക്കൽ എക്സാമിനറായിട്ട് വന്നിട്ടുണ്ട്. മാലിയങ്കര SNM കോളേജിൽ. നിങ്ങളുടേത് ആ ട്രെയിനിങ് കോളേജ്, ആ വളവിൽ, അമ്പലത്തിൻ്റെ സൈഡിൽ ആ വളവിലിരിക്കുന്ന അകത്തേക്ക് അല്ലേ? നന്നായിരിക്കും. സന്തോഷം. ഞാൻ പിന്നെ അപ്പുറത്ത് BEd കോളേജിൽ ക്ലാസ്സും എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൊടുങ്ങല്ലൂർ അപ്പുറത്ത് മഹാദേവ പൽപ്പു, അവിടെ BEd ട്രെയിനിങ് കോളേജിൽ ഷോ ഉണ്ടായിരുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? എന്താണ് പേര്? ശ്രീല. ഓക്കെ. എൻ്റെ പേര് ഷിബി, ഹൗസ് വൈഫാണ്, ചാലക്കുടിയാണ് വീട്. ഓക്കെ. എല്ലാവരും പാവം ചെറിയ ഹൗസ് വൈഫ് എന്ന് പറയും, പക്ഷേ കോടീശ്വരന്മാരൊക്കെയാണ്. ജമ്മു കാശ്മീർ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. മൈൻഡ്+ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി അംഗങ്ങളാണ്. ജോർജ് കരിനക്കൽ, അതുപോലെ ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ 2
സാറുമാരുടെ ഡിസിപ്ലിൻസ് ആണ്. ആ മനസ്സിലായി, എന്തൊക്കെയോ ട്രെയിനിങ്ങും പരിപാടിയും ഉണ്ടെന്ന് മനസ്സിലായി. എന്തായാലും നന്നായിരിക്കട്ടെ, കൂടുതൽ അറിയാം. താങ്ക് യു.